വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മൾ തുടങ്ങി വെച്ച വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്പിറസി തിയറി ആയിട്ട് അത് പറഞ്ഞതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 72 മണിക്കൂറായി രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു. പല പല സാഹചര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മീറ്റിംഗ്, അജിത് ഡോവലിന്റെ സെക്യൂരിറ്റി മീറ്റിംഗ്, രാജ്നാഥ് സിംഗിന്റെ മിനിസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, നമ്മുടെ കരസേനാ മേധാവിയുടെ ഇവിടെയുള്ള യാത്ര, പൂരി ജഗന്നാഥിലേക്കുള്ള യാത്ര, അതിനുശേഷം നമ്മുടെ വ്യോമസേനാ മേധാവിയുടെ അമൃത്സറിലേക്കുള്ള യാത്ര, ഇതിലെല്ലാം ചേർന്ന് നമ്മുടെ രാജ്യത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പുറത്ത് വിട്ടിരുന്നു. കോൺസ്പിറസി തിയറി ആയിരുന്നു. കഴിഞ്ഞ ദിവസം അതിന് സ്ഥിരീകരണമുണ്ടായി. രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ഇന്ത്യ നടപടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുമ്പോൾ 2-3 കാര്യങ്ങൾ പറയണം. അതിലൊന്ന്, നമ്മുടെ രാജ്യത്തൊരു മോക്ക് ഡ്രില്ല് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിട്ടില്ല. പക്ഷേ നാഷണൽ മീഡിയാസ് ഇത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. മോക്ക് ഡ്രിൽ അത് ഡൽഹിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള മോക്ക് ഡ്രില്ലാണ് നടക്കുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ഡൽഹിയിൽ ശത്രു ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ നടക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഓൺ ഹസ്റ്റൈൽ അറ്റാക്ക് എന്ന തലക്കെട്ടിലുള്ള നോട്ടീസാണ്. അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് പരീക്ഷിക്കുന്നതിനായി ഏപ്രിൽ 2 ഡൽഹിയിൽ ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഡൽഹിയിൽ ജില്ലാ മാനേജ്മെന്റ് അതോറിറ്റി ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസും പുറപ്പെടുവിച്ചത് അവകാശപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അത് ശരിയാണ്. കഴിഞ്ഞ ദിവസം നടന്നു. ശരിയാണ്, എന്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മോക്ക് ഡ്രിൽ നടന്നു. പക്ഷേ അത് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇത് വലിയ ഒരു മോക്ക് ഡ്രില്ലായിട്ട് കഴിഞ്ഞ ദിവസം ഇത് നടന്നിരുന്നു. ഇത് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അടക്കം മോക്ക് ഡ്രില്ലുകൾ വരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഭീകരന്മാരെ നമ്മുടെ നാട്ടിൽ നിന്നും പല ഭാഗത്തു നിന്നും പിടികൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി ബന്ദികളാക്കിയ 7 ജഡ്ജിമാർ ആ വിഷയത്തിനെതിരെ സുപ്രീം കോടതി ആഞ്ഞടിച്ചിരുന്നു. സുപ്രീം കോടതി അവിടെ പട്ടാളത്തെ ഇറക്കണം എന്ന് പറയുന്നു. ഇന്ന് പട്ടാളം വന്ന് തൂത്തുവാരി അവിടെ സകല മതമൗലികവാദികളെയും സകല നുഴഞ്ഞുകയറ്റക്കാരെയും അടിച്ചു ഉറക്കി അവന്മാരെ എല്ലാത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ രാജ്യസുരക്ഷ അപകടത്തിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ സാധാരണ ജനം പരിശോധിച്ച തെരഞ്ഞെടുപ്പാണ്, അതിന്റെ പിറകിലാണ് വാർത്തകളെല്ലാം. അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ S-400 ഉടനെ എത്തിക്കാനുള്ള നീക്കം കൂടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ? ഉടനെ തന്നെ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തോടൊപ്പം തന്നെ നമ്മളും ഈ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധം ഉടനെ സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ഇപ്പോൾ ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിവിധ മാധ്യമങ്ങൾ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. കടന്നു കയറുക മാത്രമല്ല, അവിടെയുള്ള RSSന്റെ ഓഫീസുകൾ ഞങ്ങൾ ഇല്ലാതാക്കും. മുൻപ്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഞങ്ങളുടെ വ്യോമസേനയെ മാത്രമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. അതും കുറച്ച് മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ സേനയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ഏതായാലും ഇനി അങ്ങനെ ആയിരിക്കില്ല. ഞങ്ങൾ ഇനി ചെയ്യുന്നത് ഇന്ത്യ ആക്രമിക്കും എന്ന് തന്നെയാണ് ഖാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. ഖാജ ആസിഫിന്റെ വാക്കുകൾ നമുക്കറിയാം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ മുന്നൊരുക്കം നടത്തുമ്പോൾ ഖാജ ആസിഫ് നിരന്തരം, ധനുഷിനർക്ക് ഓർമ്മയുണ്ടാവും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഖാജ ആസിഫ് പാകിസ്ഥാനിൽ വെച്ച്, അതുകൂടാതെ ലണ്ടനിൽ പോയി അവിടെ വെച്ച്, ഇങ്ങനെ എല്ലായിടത്തും നിരന്തരം പ്രസ്താവന ഇറക്കുന്നതാണ്. ഈ ഖാജ ആസിഫാണ് മിക്കവാറും ഒക്കെ ഈ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണത്തിൽ ഞങ്ങൾ ഇപ്പോൾ ആക്രമിക്കും, പിടിക്കും എന്ന് പറയും, പിറ്റേ ദിവസം പോയി ബോംബിടും. പക്ഷെ ഇന്ത്യ അത് നടക്കത്തില്ല. ഇങ്ങനെ നടക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഒരു മോക്ക് ഡ്രിൽ രാജ്യത്ത് പലയിടത്തും നടക്കുന്നു. ദില്ലിയിൽ മോക്ക് ഡ്രിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. UPയിലും മറ്റുമൊക്കെ മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നു. കാരണം ഈ മോക്ക് ഡ്രില്ല് എന്തിനു വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഒരു വലിയ ചാവേർ സ്ഫോടന പരമ്പര നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇപ്പോൾ ഈ നടക്കുന്ന മോക്ക് ഡ്രില്ലുകൾ. ഇന്ന് UPയിൽ നിന്ന് UP ATS 4 ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. ഒരു ഭീകര മൊഡ്യൂൾ തന്നെയാണ് തകർത്ത് പിടികൂടിയിരിക്കുന്നത്. ഇവര് ചില രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് വെക്കാനുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 4 പേരെ പിടികൂടുന്നത്. അതായത് രാജ്യവ്യാപകമായി കലാപം, ഒപ്പം തന്നെ സ്ഫോടനം, ഇത് നടത്തുവാനുള്ള ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടി വേണം നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് കടക്കാൻ. ഇന്നലെ നമ്മുടെ വാർത്ത ഇട്ടപ്പോൾ ചില ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു വ്യാജ വാർത്തയാണ്, ഇത് ഞങ്ങൾ വേറെ ഒന്നും കണ്ടില്ലല്ലോ. അത് നമ്മുടെ കുറ്റമല്ല. ദേശീയ ചാനലുകളും വാർത്തകളും ഒക്കെ വല്ലപ്പോഴും നോക്കുന്നത് നന്നായിരിക്കും. ദേശാഭിമാനി, മനോരമയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഇത്തരം വാർത്തകൾ കിട്ടത്തില്ല. അപ്പം ഇവിടെ വന്നിട്ട് ആ വാർത്ത തന്നെ വളച്ചൊടിച്ച് ഇവിടെ കൊടുത്തു. അതായത് അവിടെ ഇന്നലെ ഈ പറയുന്ന അതിന്റെ മുഖ്യ സൂത്രധാരൻ
അദ്ദേഹം രക്ഷപ്പെടാൻ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ പോയപ്പോൾ തന്നെ NIA ഏറ്റെടുത്ത കേസ്. NIA പിടികൂടി. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് അത് ബംഗാൾ പോലീസാണ് പിടികൂടിയതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അതിന്റെ വീഡിയോ ഒക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സേന ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇരച്ചു കയറുകയും ഇവരെ തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് ഇടുക എന്നല്ല പറയുന്നത്, എറിയുക എന്ന് തന്നെ വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അതിനെ പറയാൻ കഴിയും. വലിച്ചങ്ങിടുകയാണ് ഇവര് കേൾക്കുന്ന വാർത്ത പുറത്ത് AIMIM നമ്മുടെ അസദീൻ ഓവൈസിയുടെ പാർട്ടിയുടെ ലീഡർ ആയിരുന്നു ഇതിന്റെ തലവൻ എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. അതിന്റെ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മള് അതായത് അൺഒഫീഷ്യലി നമ്മൾ കേൾക്കുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കയറിയിട്ടുള്ള അനധികൃതമായ കുടിയേറ്റക്കാർ അവിടെ താമസിച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ അവരെ ഇളക്കി വിട്ടുണ്ടായിരുന്നു ഈ കലാപത്തിന് ആഹ്വാനം നൽകി. നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു ബംഗാൾ ഒരു കലാപത്തിന് ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത്. മമതാ ബാനർജി രണ്ടും കൽപ്പിച്ചാണ് ഈ കലാപത്തിന്റെ മുൻനിരയിൽ. ഇപ്പോ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കേന്ദ്രസേനയെ ബംഗാളിലേക്ക് അയക്കൂ, ബംഗാളിന്റെ ക്രമസമാധാന നില തകർന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം കേട്ടപ്പോൾ അല്പം സന്തോഷം തോന്നി. കാരണം പലപ്പോഴായിട്ട് ബംഗാളിന്റെ ക്രമസമാധാനം തകർന്നു അനവധി സംഘടനകൾ, അനവധി രാഷ്ട്രീയ പാർട്ടികൾ, അനവധി വ്യക്തികളൊക്കെ ഈ കോടതി പോയിരുന്നതാണ്. ഈ ഹിന്ദു വംശഹത്യ നടക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും ഇടപെടാതിരുന്ന കോടതി ഇപ്പോൾ അവരുടെ ജഡ്ജിമാരെ തന്നെ ഒരു അപകടം പറ്റിയപ്പോൾ ചടപടാന്ന് ഉണർന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കേന്ദ്രസേന വിന്യസിക്കുന്നതാണ്. ഇത് ഏതായാലും അവിടെ ഇപ്പോൾ കേന്ദ്രസേന വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശ്രീമാൻ V മുരളീധരൻ വെസ്റ്റ് ബംഗാളിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? കുച്ച് ബീഹാറിൽ വെടിവെപ്പുണ്ടായി. അവിടെ CRPF വെടിവെക്കേണ്ട ഒരു സാഹചര്യം. കാരണം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നു, ഈ വോട്ടിംഗ് മെഷീൻ എടുക്കുന്നു, തോട്ടിലേക്കോ കുളത്തിലേക്കോ വലിച്ചെറിയുന്നു. ചില ഇതിലെ പോളിംഗ് മെഷീൻസിലൊക്കെ അവരിരുന്ന് കുത്തി അവർ സ്വിച്ച് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഉള്ള ഒരുതരം കാടൻ രാഷ്ട്രീയം നിലനിൽക്കുന്നു. ഇതിലേക്ക് കാടത്തമുള്ള ഒരു ഇടമായി അത് മാറി. പക്ഷെ കാടത്തമുള്ള ഇടം എന്ന് പറഞ്ഞാൽ പക്ഷെ മമതയുടെ ഒരു അവസാനത്തേക്ക് മമത നീങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പായിരുന്നു ഇതെങ്കിൽ മമതയെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പിരിച്ചുവിടാൻ കഴിയുമായിരുന്നു. കാരണം സുപ്രീം കോടതി അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ക്രമസമാധാനം ഇത് എന്തൊരു സംസ്ഥാനമാണ് എന്ന് തന്നെ പറയേണ്ടി വന്നു കോടതിക്ക്. ഏതായാലും അതിനകത്ത് കേന്ദ്ര സർക്കാർ നടപടി എടുത്തിരുന്നു. നമുക്കറിയാം ഇവിടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമന്റിൽ മോദി എന്ത് ചെയ്യുകയാണോ, ഉറങ്ങുകയാണോ, അവിടെ നടപടിയെടുക്കാൻ കഴിയില്ല. ഈ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഫെഡറൽ സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് കേരളമായാലും അതിൽ ആ സംസ്ഥാനത്തിന് ഒരു പവർ ഉണ്ട്. അല്ലാതെ കേന്ദ്രത്തിന് വന്നിട്ട് ഇടപെടാൻ പറ്റില്ല. ആരെങ്കിലും ഇവിടെ ഒരു കോഴി ചത്താലും പറയും മോദിയെ വിളിക്കൂ, കേന്ദ്രസേന ഇറക്കൂ എന്ന് പറഞ്ഞാൽ ഓടി വരാനിരിക്കുന്നതല്ല കേന്ദ്രസേന. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം ഇവിടെ ഇങ്ങനെ ക്രമസമാധാനം നിലനിർത്താൻ. ഇനി സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കാം ഇവിടുത്തെ ക്രമസമാധാനം തകർന്നു എന്നുള്ളത്. ഇവിടെ പക്ഷെ വെസ്റ്റ് ബംഗാളിൽ എത്രയോ തവണ നമ്മുടെ ധൻകർ റിപ്പോർട്ട് കൊടുത്തിരുന്നു ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അവിടെ നടപടി എടുത്തില്ല. വീണ്ടും നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നോക്കി അത് സംസ്ഥാനത്തിൻ്റെതാണ് ലോ ആൻഡ് ഓർഡർ. സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അവർക്കതിന് കഴിയുന്നില്ല, നിലവിട്ട് പോകുന്നു എന്ന് നില വരുമ്പോൾ മാത്രമാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് BJP കയറിയതിനു ശേഷം മണിപ്പൂരിൽ മാത്രമാണ് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു കേസിലേക്ക് പോയതുകൊണ്ടാണ്. കാരണം BJP ഒരു പോളിസി അനുസരിച്ചിട്ട് BJP സർക്കാരുകളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ട സർക്കാരുകൾ കോൺഗ്രസിന്റെ കാലത്ത്. അന്ന് BJP അതിനെതിരെ ഒരുപാട് സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു നിലപാട് തന്നെ അതാണ്. ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടില്ല, അതുപോലെ തന്നെ മാധ്യമങ്ങളെ കൂട്ടാൻ അനുവദിക്കില്ല, ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറെ പോളിസികൾ അവർക്കുള്ളത് കൊണ്ടായിരിക്കാം അത് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും മമതയെ സംബന്ധിച്ച് ഒരു ജീവൻ മര പോരാട്ടമാണ്. SIRന്റെ ഇതിൽ അവരുടെ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് കിഴക്ക് നിന്ന് ബംഗാളിൽ നിന്ന് ഒരു കലാപം തുടങ്ങുന്നു, മറ്റിടങ്ങളിൽ UPയിലടക്കം സ്ഫോടനങ്ങൾ നടത്തി രാജ്യത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു, മറ്റിടത്ത് വലിയ മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയ ശ്രീമാൻ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇനിയൊരു അല അനങ്ങിയാൽ പഴയതുപോലെയല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ നിർത്തിയിട്ടില്ല, അതിന്റെ പ്രക്രിയകൾ തുടർന്നുകൊണ്ടേയിരിക്കാൻ ഇനിയൊന്ന് അനങ്ങിയാൽ. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു പാകിസ്ഥാന് ഇപ്പോൾ ഇന്ത്യയായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അവരാകപ്പോടെ പെട്ടുകിടക്കുകയാണ്, അവരൊരു നിലപാടില്ലാതെ നിൽക്കുകയാണ്. കാരണം ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനിന്റെ ഹെൽപ്പ് വേണ്ടി വരും അമേരിക്കക്ക് ഇറാനിലേക്ക് കയറാനായിട്ട്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് മാത്രവുമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് കാര്യം സൗദി അറേബ്യ നേരിട്ടിറങ്ങുന്നു യുദ്ധത്തിലേക്ക്. സൗദി ഇറങ്ങിക്കഴിഞ്ഞാൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ അറബ് നാറ്റോ സഖ്യമുണ്ട്. പാകിസ്ഥാന് സൗദിയെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ള 20% ഷെയർ മാത്രമല്ല, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇറാന്റെ 900 കിലോമീറ്ററിനകത്തുകൂടി മിസൈൽ കടന്നു വരാൻ അധികം സമയമൊന്നുമില്ല. ഇറാന്റെ മിസൈലുകൾ കടന്നു വരാൻ അവർക്ക് ഇപ്പം പാകിസ്ഥാനെ സംരക്ഷിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ അവരുടെ ശത്രുവാകും. ഇപ്പോൾ തന്നെ ശത്രുവാണ്. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഞങ്ങൾ ഇടനിലേക്കാന്ന് പറഞ്ഞപ്പം അതൊന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ ഇറാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഇടനിലൊന്നും ആവശ്യമില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു.
കാരണം അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ഈ പാകിസ്ഥാനിലേക്ക് മിസൈൽ ഇടാൻ അവർക്ക് അധികം സമയ ദൂരമൊന്നും വേണ്ട. കാരണം അവരുടെ ചുറ്റോട് കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്കൊക്കെ അവർ ഡെയിലി മിസൈലുകളും ബോംബുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ പാടാണ് ഇങ്ങോട്ട് വിടാനായിട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യണം? പാകിസ്ഥാൻ എൻഗേജഡ് ആയിട്ട് നിൽക്കണം. പാകിസ്ഥാൻ എൻഗേജഡ് ആയിട്ട് നിൽക്കാതെ അഫ്ഗാനുമായിട്ടുള്ള യുദ്ധത്തിൽ എൻഗേജഡ് ആകുന്നില്ല. കാരണം അഫ്ഗാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നില്ല. കാരണം അവരും തന്ത്രപരമായി മാറി നിൽക്കുകയാണ്. കാരണം ഇവിടെ അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഒരു വലിയ രാജ്യത്തെ വലിയ സൈനിക ശക്തിയെ ചൊറിയുക, കിട്ടുന്നത് വാങ്ങിക്കൂട്ടുക, അപ്പോൾ ഞങ്ങൾ എൻഗേജഡ് ആണെന്ന് പറയുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ അമേരിക്ക ഇത്രത്തോളം അടുത്ത് വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഇപ്പൊ അവരുടെ എബ്രഹാം ലിങ്കൺ കപ്പൽ ഇറാനെ പേടിച്ചപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇറാനെ പേടിച്ചിട്ടാണോ പാകിസ്ഥാൻ സപ്പോർട്ട് എടുക്കാനാണോ ഇനി പാകിസ്ഥാൻ വഴി കയറാൻ വേണ്ടിയിട്ടാണോ ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യം ഒരു വലിയ മുന്നൊരുക്കത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകുന്നു. ഇപ്പൊ നമ്മൾ ഈ മോക്ക് ഡ്രില്ലുകൾ നടത്തിയിരിക്കുന്നത് ചാവേർ ആക്രമണത്തിന്റെ പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അതിനൊരു മോക്ക് ഡ്രിൽ, ചാവേർ ആക്രമണം നടക്കും, അതിനുവേണ്ടി ജനങ്ങളെ സജ്ജരാക്കാനെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുപോലെ മോക്ക് ഡ്രിൽ നമ്മൾ മുമ്പ് കണ്ടതാണ്. ധനുഷേ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുമ്പ് മോക്ക് ഡ്രിൽ അനവധി നടന്നിരുന്നു എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്.